ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ തെക്കു പടിഞ്ഞാറ് കന്നിമൂലയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിലെ ഗൃഹനാഥയെ ബാധിക്കും. വീടിന്റെ പുറത്ത് തെക്കു പടിഞ്ഞാറിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥയെ ബാധിക്കും. വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥനെയും ബാധിക്കും. നമസ്കാരം, നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റായ സുരേഷ് സാറാണ്. സാർ 20 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ അത് ഗൃഹനാഥനെയും ഗൃഹനാഥയും ഒരുപോലെയാണോ ബാധിക്കുന്നത്? അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ഫുങ്ഷോ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഓരോ വ്യക്തികൾക്കും ഓരോ ഡയറക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ തെക്കു പടിഞ്ഞാറ് കന്നിമൂലയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിലെ ഗൃഹനാഥയെ ബാധിക്കും. അപ്പോൾ ഒരു വീട്ടിന്റെ കന്നിമൂലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? നമ്മൾ വീട് വെക്കുമ്പോൾ വാസ്തു നോക്കാതെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ടോയ്ലറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഈ ടോയ്ലറ്റ് കൊണ്ട് വെച്ചാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സൗത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പൊ അതിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു 5 അടി നീളം 5 അടി വീതിയിൽ, ഞാൻ ഉദാഹരണം പറയുന്നത്, ഒരു ഡ്രസ്സിംഗ് റൂം കൊടുക്കും. അതിന്റെ അപ്പുറത്തോട്ട് സൗത്തിലേക്ക് ഒരു ടോയ്ലറ്റും കൊടുക്കും. അപ്പൊ ഇവരുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് എടുക്കുമ്പോൾ കറക്റ്റ് മൂലയിൽ ഒരു ഡ്രസ്സിംഗ് റൂമും അതിനപ്പുറത്തോട്ട് മാറി ടോയ്ലറ്റും, എന്നിട്ട് അതിന്റെ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കും. ഇത് പലർക്കും അറിയില്ല അവരുടെ കന്നിമൂലയിൽ ടോയ്ലറ്റ് ആണ്. വീടിന്റെ 360 ഡിഗ്രി എടുത്തിട്ട് അതിനെ കറക്റ്റ് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ, 8 ദിക്കും ബ്രഹ്മസ്ഥാനം, 8 ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 45 ഡിഗ്രി, ആ 45 ഡിഗ്രിക്ക് അകത്താണ് ഈ ടോയ്ലറ്റ് പെട്ടിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ട് ആ മൂലയിൽ കൊണ്ട് ടോയ്ലറ്റ് വെച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവരെ ബാധിക്കും, അതേ പ്രശ്നങ്ങൾ ഈ ടോയ്ലറ്റ് കൊണ്ടും ബാധിക്കും. അത് പലർക്കും അറിയത്തില്ല. ഇന്നും പുതിയ വീടുകൾ അത്തരത്തിൽ ചെയ്തു പോകുന്നു. അത് ഗൃഹനാഥയെ ബാധിക്കും. ഗൃഹനാഥയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറ് കിണർ, തെക്കു പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിന്റെ കുഴി, ഇതെല്ലാം ഗൃഹനാഥയെ ബാധിക്കും. ഈ അടുത്ത സമയത്ത് ഒരു ഫ്ലാറ്റ് നോക്കിയപ്പോൾ അതിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ കിച്ചണാണ്. അതും ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. അതായത് ഫ്ലാറ്റിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ അവർക്ക് ഇപ്പോഴും അറിയില്ല അവിടെ സൗത്ത് വെസ്റ്റിലാണ് ഇത് നിൽക്കുന്നതെന്നുള്ള. കാരണം ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ദിക്കിലല്ല, വിധിക്കിലാണ്. അപ്പൊ ഇതിന്റെ ഓരോ 45 എവിടം മുതൽ എവിടം വരെ വന്ന് കണ്ടുപിടിക്കാൻ സാധാരണഗതിയിൽ പറ്റത്തില്ല. പക്ഷെ ഫെങ്ഷുയിൽ കറക്റ്റ് ആ പോയിന്റ് ടു പോയിന്റ് എവിടം വരെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ ഗൃഹനാഥയെ ബാധിക്കും. അപ്പൊ ഒരു വീടോ ഒരു ഫ്ലാറ്റോ നമ്മൾ നോക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ഗൃഹനാഥന്റെതാണ് ചോദിച്ചത് അല്ലെ. ഗൃഹനാഥന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും നോർത്ത് വെസ്റ്റ് കോർണറാണ്. ഞാൻ പറയുന്നതെല്ലാം ഫെങ്ഷുയാണ്. നോർത്ത് വെസ്റ്റ് കോർണറാണ്. നോർത്ത് വെസ്റ്റ് കോർണർ ഏതൊരു വീടും ഗൃഹനാഥന്റെ ഡയറക്ഷനാണ്. നോർത്ത് വെസ്റ്റിൽ വരുന്ന ഈ പറഞ്ഞതുപോലുള്ള ടോയ്ലറ്റ്, അതും ഈ പറഞ്ഞ 45 ഡിഗ്രിക്കകത്ത് എവിടെ വന്നാലും ഗൃഹനാഥന് പറ്റും. ആ ടോയ്ലറ്റ് ആ മൂല ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കന്നിമൂലയെ പറ്റി ഒരുപാട് പേർക്ക് ധാരണയുണ്ട്. അപ്പൊ കന്നിമൂല അവർ ഭംഗി സേഫ് ആക്കും. പക്ഷെ പല വീടുകളും സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് നോർത്ത് വെസ്റ്റ് കോർണർ അവർ ഒഴിവാക്കുന്നു. മനസ്സിലായില്ലേ? നോർത്ത് വെസ്റ്റ് കോർണർ വളരെ പ്രധാനപ്പെട്ട ദിക്കായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നത് നോർത്ത് വെസ്റ്റ് വഴിയാണെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പൊ നോർത്ത് വെസ്റ്റിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പം ആ നോർത്ത് വെസ്റ്റില് ഈ പറയുന്ന ടോയ്ലറ്റ്, മിസ്സിങ്, അതുപോലെ തന്നെ കിച്ചണിൽ നമ്മുടെ വാസ്തുവിൽ രണ്ടാമത്തെ സ്ഥാനം കിച്ചണിന് നോർത്ത് വെസ്റ്റിൽ പറയുന്നുണ്ട്. അതും ഗൃഹനാഥനെ കുറച്ച് സാരമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ 2 ദിക്കുകളാണ് ഗൃഹനാഥന്റെ ദിക്കായിട്ട്, ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും ദിക്കായിട്ട് കണക്കാക്കുന്നത്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ഈ വീട്ടിനകത്ത് ഇതൊന്നും വന്നിട്ടില്ല. വീടിന്റെ പുറത്ത് തെക്കു പടിഞ്ഞാറിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥയെ ബാധിക്കും. വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥനെയും ബാധിക്കും. സാർ, ഇപ്പം ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും കാര്യം പറഞ്ഞു. ഇനി ആ വീട്ടിലെ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ അവരെ ബാധിക്കുമോ ഈ പറഞ്ഞതൊക്കെ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വീട്ടിലെ ഉള്ള ഓരോ വ്യക്തികൾക്കും വീട്ടിനൊരു സ്ഥാനമുണ്ട്. മനസ്സിലായല്ലേ? അപ്പോൾ ആ വീട്ടിലെ മൂത്ത പെൺകുട്ടി, ഇപ്പൊ 2 മക്കളുണ്ടെങ്കിൽ മൂത്തത് മകനും ഇളയത് മകളും ആയിക്കോട്ടെ, പക്ഷെ മകളാണ് മൂത്ത പെൺകുട്ടി. ആ വീടിന്റെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന തെക്ക് കിഴക്ക് മൂല ഈ പെൺകുട്ടിയുടെ ദിക്കാണ്. അപ്പൊ ആ ദിക്കിൽ വരുന്ന ഏതൊരു പ്രശ്നവും ഈ പെൺകുട്ടിയെ ബാധിക്കും. ഇനി മകന്റെ കാര്യം ചോദിച്ചു. വീടിന്റെ കിഴക്ക്, അതായത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ആ വീട്ടിലെ മൂത്ത മകന്റെ ദിക്കാണ്. ഇപ്പൊ മൂത്തത് പെൺകുട്ടിയാണെങ്കിലും മകന്റെ കാര്യത്തിൽ ഈ ദിക്കാണ് വരുന്നത്. അവിടെ വരുന്ന പ്രശ്നം മകനെയും ബാധിക്കും.
സാർ അതിന് ചെയ്യാൻ പറ്റും നമുക്ക് ഫുങ്ഷുവില് ഫങ്ഷണലായിട്ട് നമുക്ക് ചെയ്യാൻ correct ചെയ്യാൻ പറ്റും. പറ്റുമോ? ഫങ്ഷണലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ ഇപ്പൊ പറഞ്ഞ 4നും കൂടെ ഞാൻ ജസ്റ്റ് ഒരു പരിഹാരങ്ങൾ പറഞ്ഞുതരാം. ടോയ്ലറ്റ് വന്നിട്ടുള്ള പരിഹാരം. സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് കോർണർ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിക്കകത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 5 പൈപ്പുകളുള്ള ഒരു ബെല്ല് 5 റോഡ് വിൻ ചെയ്യും ആ ടോയ്ലറ്റിനകത്ത് ഹാങ് ചെയ്യണം. ടോയ്ലറ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ പലർക്കും സംശയം എങ്ങനെ ഹാങ് ചെയ്യാം. സീലിംഗിൽ വേണമെങ്കിൽ വെക്കാം. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ ഇതൊന്ന് മൂവ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഡോർ അകത്തുനിന്ന് ക്ലോസ് ചെയ്യുന്നു, അതിനകത്തൊരു ഹുക്ക് ഒട്ടിച്ചിട്ട് ആ ഡോറിൽ വേണമെങ്കിൽ ഇത് ഹാങ് ചെയ്യാം. നമ്മൾ ആ ഡോർ ജസ്റ്റ് തുറക്കുമ്പോൾ അവിടെ ഒരു മെറ്റൽ എനർജി ഉണ്ടാവും. മനസ്സിലായില്ലേ? അതൊരു വേറൊരു സയൻസ് ആണ്. അതും അവിടെ ഉണ്ടാകുന്ന എലമെന്റിന് ഈ എലമെന്റ് കട്ട് ചെയ്യുമെന്നുള്ള ഒരു സയൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി പിന്നെ നോർത്ത് വെസ്റ്റിലെ ടോയ്ലറ്റ് വന്നാൽ ഒരു ബ്ലൂ ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളം അവിടെ വയ്ക്കുക, ആ ടോയ്ലറ്റ് വെക്കുക. അപ്പൊ ഉടനെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പറയും, നമ്മൾ പല വീട്ടിലും കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്, ഉണ്ട് സാർ അവിടെനകത്തിരിക്കുന്ന ബക്കറ്റ് ബ്ലൂ ബക്കറ്റ് ആണ്, അത് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് പറ്റത്തില്ല. ഈ പറയപ്പെടുന്ന ബ്ലൂ ബക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് വന്നുപോയ ഒരു വലിയ പ്രശ്നത്തിന്റെ റെമഡിയാണ്. അപ്പോൾ ഈ വെള്ളം നമ്മുടെ ടോയ്ലറ്റിന്റെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ഇതൊരു റെമഡി ആയിട്ട് ഒരു ബ്ലൂ ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളം അവിടെ വെക്കുക. 3 ദിവസം കൂടുമ്പോൾ വെള്ളം ചേഞ്ച് ചെയ്ത് അത് ചെയ്യുക. മനസ്സിലായല്ലേ? അപ്പോൾ ചില വീട്ടിൽ കുഞ്ഞു കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ വെള്ളം വെക്കാൻ കുഞ്ഞു കുട്ടിയുണ്ട്, അതിനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ലൈറ്റ് ഇടാം. ബ്ലൂ ലൈറ്റ് 24 hours വേണം. ഇനി വേണമെങ്കിൽ നമ്മൾ ആദ്യമേ പണി ചെയ്ത് തുടങ്ങുന്ന ടൈമിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ബ്ലൂ ടൈൽ ഉപയോഗിക്കും. ഫുങ്ഷുയില് കളറുകള് എലമെന്റിനായിട്ട് കണക്കാക്കും, ഷേപ്പ് എലമെന്റിനായിട്ട് കണക്കാക്കും. മനസ്സിലായില്ലേ? അത് കണക്ക് തന്നെ അതിന്റെ എലമെന്റിനെയും എലമെന്റായിട്ട് നമുക്ക് എടുക്കും. ഇപ്പൊ ഇതിനകത്ത് തന്നെ വാട്ടർ എലമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി 2 കാര്യങ്ങളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും വരുന്ന റെമഡി. ഈ 2 ഭാഗത്തും നമുക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം റെഡ് ലൈറ്റ് അതിനകത്ത് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ റെഡ് പെയിന്റിങ് ചെയ്തിട്ട് വേണമെങ്കിലും അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാസ്തുവിൽ കാണാത്ത പല പ്രശ്നങ്ങളും നമുക്ക് ഫുങ്ഷുവിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് വാസ്തു മോശം എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. നമ്മൾ വീട് വെക്കാൻ പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വാസ്തു നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. വാസ്തുവും ഫെങ്ഷുയുടെ ക്ലബ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് പുതിയ പിന്നെ കൺസൾട്ടിങ് വരുമ്പോൾ നമ്മൾ അത്തരം ഇത് കാര്യങ്ങൾ രണ്ടോടെ ക്ലബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാർ ഏകദേശം 20 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഒപ്പീനിയൻ തന്നെ സാറിൻ്റെ നിന്ന് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ സാറിനെ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യുക. അതിനുള്ള കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് കമൻസിൽ ഇടേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.